പനയാലിൽ നിന്നും പാലക്കാട് കോയമ്പത്തൂർ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പനയാലിൽ നിന്നുള്ള ഒരു കൂട്ടം അമ്മമാരുടെ കൂടെയാണ് ഇന്ന് പാലക്കാട് കോയമ്പത്തൂർ യാത്രയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ മാമൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്ന വഴിക്ക് നമുക്ക് വലിയൊരു ബ്ലോക്കൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ കുറേ മണിക്കൂറുകൾ ബ്ലോക്കിൽ പെട്ട് കിടന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. അന്ന് ഏകദേശം രാവിലെ ഒരു 7:30 ആകുമ്പോഴാണ് നമ്മൾ പാലക്കാടേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ പാലക്കാട് നിന്ന് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ അവിടെയുള്ള സോഷ്യൽ കിച്ചണിലാണ് ഭക്ഷണം കഴിച്ചത്. വളരെ വ്യത്യസ്തമായ ഒരു ഹോട്ടൽ സെറ്റപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ പാലക്കാടിലെ സുഹൃത്ത് വിജിത്ത് വന്നു. അപ്പോൾ അവൻ്റെ കാറിൽ ഞാനും നമ്മുടെ കാറിൻ്റെ പിറകിലായി ഒരു വണ്ടിയാണ് വന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് അഗ്രഹാരത്തിലേക്കാണ് പിന്നീട് പോയത്. അങ്ങനെ രഥോത്സവം നടക്കുന്ന വാർത്ത പത്രത്തിൽ കാണുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും ഇതൊന്ന് കാണണമെന്ന്. അങ്ങനെ രഥോത്സവം നടക്കുന്ന അമ്പലത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി അവിടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചുറ്റിക്കണ്ടു. അങ്ങനെ അഗ്രഹാരത്തിൻ്റെ മുന്നിലൂടെ കുറേ സമയം നമ്മൾ എല്ലാവരും ഒന്നിച്ച് നടന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടു. അവിടെ ഇട്ട കോലങ്ങൾ, പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ കൊടിമരങ്ങൾ, അങ്ങനെ കുറേ അമ്പലമുണ്ട് അപ്പുറവും ഇപ്പുറവും എല്ലാവരും പോയി. അങ്ങനെ നമ്മളെ പൊന്നുമാമീനെ കാണാനാണ് പിന്നീട് പോയത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അച്ചാറുണ്ടാക്കുന്ന മാമി. അപ്പോൾ മാമി എല്ലാവർക്കും കൈനീട്ടെല്ലാം തന്നു. അത് വാങ്ങിച്ച് അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ മലമ്പുഴ ലക്ഷ്യമാക്കിയാണ് പിന്നീട് പോയത്. അങ്ങനെ മലമ്പുഴയിൽ പോയി നമ്മൾ റോപ്പ് വേയിൽ കയറാൻ വേണ്ടി എല്ലാവരും തയ്യാറായില്ല, എന്നാലും എല്ലാവരും പറ്റാവുന്ന എല്ലാവരും അതിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെല്ലുമരം ഒന്നിച്ച് കയറി അതങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. നല്ല അടിപൊളി അനുഭവമായിരുന്നു. പേടിയിൽ 2 ആൾ മാത്രമേ കയറാത്തില്ല, ബാക്കി എല്ലാവരും കയറിയിരുന്നു. അതിൽ വ്യൂ അടിപൊളിയാണ്. ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് മുമ്പ് ഗാർഡനായിരുന്നു. അപ്പോൾ ഗാർഡൻ്റെ പണിയെല്ലാം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടത് അവിടെ നല്ല പൂവൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. നല്ല സ്ലോയിലാണ്, നല്ല സേഫ്റ്റിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് താഴേക്കുള്ള വ്യൂ ആണ്. വളരെ നല്ല വ്യൂ ആണ്. നല്ല പേടി കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്ന് പറഞ്ഞെങ്കിൽ നല്ല സേഫ്റ്റിയിലുണ്ട്. നമ്മൾ ഗ്ലാസ് കൊണ്ട് ഫുൾ അടച്ചിട്ടാണുള്ളത്. പിന്നെ പിടിക്കാനുള്ള സെറ്റപ്പെല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ഡാം തുറക്കുന്ന സ്ഥലം. ഇതിൽ കൂടിയിട്ടാണ് വെള്ളം വരുന്നത്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അത്. അതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഈ വ്യൂവിൽ കാണാൻ പറ്റുന്നത് ഇതിൽ പോയാൽ മാത്രമേ കാണൂ. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ ഇത് നിലക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്, അതിന് അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഡാമിൻ്റെ മുകളിലെ കൂടിയിട്ടാണ് പിന്നീട് പോയത്. നല്ല വ്യൂ ഡാമിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. നല്ല ആൾക്കാരും ഉണ്ട് അതിന് അത്യാവശ്യം. ലീവ് ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓരോ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും നല്ല വെയിലായതുകൊണ്ട് കുടയെല്ലാം എടുത്തിട്ട് വന്നതിന് കുറേ ആൾ. അപ്പോൾ ഈ മഴക്കാലത്തും നല്ല വെയിൽ തന്നെയാണ്. ഇപ്പോൾ പോകുന്നത് നമ്മൾ കൊല്ലങ്കോടാണ്. അങ്ങനെ കൊല്ലങ്കോടുള്ള ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ സമയമുള്ളൂ. നമുക്ക് കോയമ്പത്തൂർ പോകണം. അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് കയറി ഇവിടെയുള്ള പാടങ്ങളൊക്കെ കണ്ടു. അങ്ങനെ പാടങ്ങളിൽ നല്ല ഡെക്കറേഷൻ പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇരിക്കാനുള്ള സെറ്റപ്പ് സംവിധാനം, പിന്നെ ഫോട്ടോ എടുക്കേണ്ട സ്ഥലം, അങ്ങനെ നല്ല വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളാകും, നല്ലൊരു സമാധാനമുള്ള സ്ഥലം. അപ്പോൾ കാണുന്ന വ്യൂവും ഫോട്ടോയിലെല്ലായാലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അവിടെ കുറേ സമയം നമ്മൾ ചിലവഴിച്ചു. എല്ലാവർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു വില്ലേജ് ടൂറിസം മോഡൽ പരിപാടിയാണ്. നമുക്ക് നാട്ടിലും അങ്ങനത്തെ പരിപാടികളെല്ലാം വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് ഏറുമാടം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറുമാടം 2 നില ഏറുമാടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഏറുമാടത്ത് നല്ല കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് ഉച്ചയായി പോയി നമ്മൾ എത്താൻ. കുറച്ചും കൂടി നേരത്തെ എത്തിയെങ്കിൽ നല്ല രസമുണ്ടായിട്ട്, അല്ലെങ്കിൽ വൈകുന്നേരം വരണം. അപ്പോൾ വെയിലൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ചിലവഴിക്കാം. അവിടെ കുറേ സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അരി, വിവിധ തരം അരിയുണ്ട്. പിന്നെ കുറേ കുട്ടകൾ, അവരുണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഉണ്ട്. അവിടെ നേരെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായി നമ്മൾ അയ്യപ്പേട്ടന കടയിലേക്കാണ് പോയത്. നല്ല പ്രശസ്തമാണല്ലോ
അങ്ങനെ അവിടെ കുറേ സമയം ക്യൂ നിന്നിട്ട് അവസാനം ചോറ് കിട്ടി. ചോറ് സിമ്പിളാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, നല്ല തിരക്കും. അങ്ങനെ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ അവിടെ 2-3 സ്ഥലത്ത് പോകാൻ വേണ്ടി വിചാരിച്ചിന്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നേരെ നമ്മൾ കോയമ്പത്തൂർ പിടിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇഷൻ്റെ മുമ്പിലേക്ക് എത്തി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനി പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ചെറിയൊരു തടാകം പോലെയുള്ള സ്ഥലമുണ്ട്. അതിനപ്പുറത്ത് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. പിന്നെ കുറേ പണിക്കാരെല്ലാം കാണുന്നുണ്ട് ദൂരത്തെ നോക്കുമ്പോൾ. അവിടെ നമ്മൾ കുറേ മുമ്പിലോട്ട് പോയി. അങ്ങനെ പാർക്കിങ്ങിലെത്തി. പാർക്കിങ്ങിൽ വണ്ടിയെല്ലാം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുന്ന വഴിയിൽ നമുക്ക് കുറേ കന്നുകാലികൾ കെട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും അവരെല്ലാം. അപ്പോൾ കന്നുകാലികളാണ് ആദ്യം ഉള്ളത്. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇൻ്റർലോക്ക് ഭാഗ്യ സ്ഥലത്തെ കൂടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആദിയോഗിനെ കണ്ടു. അപ്പോൾ നമ്മൾ തീരുമാനം എന്ന് പറഞ്ഞെങ്കിൽ ലൈറ്റ് ഷോ കാണണമെന്നുണ്ട്. അപ്പോൾ എത്തുന്ന സമയം കുറച്ച് വൈകി. അങ്ങനെ നമ്മൾ ആശ്രമത്തിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ നല്ല എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ താലപ്പൊലിയെല്ലാം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാൻഡ് മേളം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് നൃത്തം ചവിട്ടുന്ന കുറേ ആളുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അതിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ പോയപ്പാട്. അങ്ങനെ കുറേ സമയം അത് നമ്മൾ നോക്കി നിന്നു. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണും കാര്യങ്ങളെല്ലാം ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കൂടാ. അപ്പോൾ അവിടുത്തെ കൗണ്ടറിൽ ഏൽപ്പിക്കാനുണ്ട്. അങ്ങനെ അതെല്ലാം ഏൽപ്പിച്ച് അടുത്ത കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വന്നു. പിന്നീട് നമ്മൾ ആദിയോഗീൻ്റെ ഷോ തുടങ്ങി. ഷോ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. എല്ലാവർക്കും കാണും, അത്ര വലിപ്പമില്ലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ അവസാനം ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നതാണ്.